അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാപ്പയിൽ മാത്രം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഞങ്ങൾ വിചാരിച്ച ശരിക്കും മറ്റേ എന്താണ് കുഗ്രാമമായിരിക്കും, അല്ല കുഗ്രാമമായിരിക്കും, ഒന്നും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ വരിക. സാപ്പ വില്ലേജ് പക്ഷേ സംഭവം അടിപൊളിയാണ്. ഇവിടെ എപ്പോഴും ഓൾമോസ്റ്റ് കുറേ റെസ്റ്റോറൻറ്റ്സ്, അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, എല്ലാ ടൈപ്പ് ഫുഡ് കിട്ടുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അതെന്താണ്? പിന്നല്ലാണ്ട് എന്തോ ഒഴുങ്ങിയ സാധനം. ഇതാണോ ചിക്കൻ കറി? ചിക്കൻ കറി, ഫ്രൈഡ് പൊട്ടറ്റോസ് പോയിട്ട് ഇവിടെ വീണ പുറകെ പോയിട്ടുണ്ട്. ഇതൊക്കെ എന്താ? ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. ചിക്കൻ കഴിക്കുന്നത് കറക്റ്റ് ഫ്രൈഡ് റൈസ്, മറ്റേ അരി ഫ്രൈ ചെയ്തിട്ട് ഇതല്ലേ മാഗി. ഇത് ഫ്രൈഡ് നൂഡിൽസാ, സ്റ്റിർ ഫ്രൈഡ് വിത്ത് ചിക്കൻ. ഫ്രൈഡ് ബീൻസും ഇതല്ല. അതെ, ഇപ്പം എന്താ വല്ലതും തിന്ന. ഞാൻ പൊളിക്കും. കാശ് കൊടുത്ത് വാങ്ങാറുണ്ട്. ചിക്കൻ, മഷ്റൂം വെജിറ്റബിൾ കൂട്ടത്തില്ല അവർ. ഇതെന്താ? ഓ, ബട്ടറാണോ? ഇത് ഒറിജിനൽ അല്ലാന്ന് തോന്നുന്നു, ഡ്യൂപ്പാന്ന് തോന്നുന്നു. ബ്രെഡ് ടോസ്റ്റ്, ചീസ് ആൻഡ് ബട്ടർ ഉണ്ടാവണം. ശരി ചേട്ടാ. അയ്യോ, അല്ല ന്യൂട്രലൊക്കെ ഉണ്ടെങ്കിൽ ഇവനങ്ങ് കഴിച്ച് തീ തുപ്പും ഡ്രാഗൺ പോലെ തുപ്പി. അതന്നെ. ഈ സൂഷിയൊക്കെ ഉണ്ട്. വാട്ടർമെലൺ, ഇതൊക്കെ ഫ്രൂട്ട്സാ. എന്താ അവിടെ ലൈവ് കൗണ്ടറിൽ? പാൻ കേക്ക്, ചോക്ലേറ്റ് ഉണ്ട്, എഗ് ഉണ്ട്. ഇത് നമ്മളുടെ ഇടിയപ്പം പോലത്തെ വൈറ്റ് നൂഡിൽസ്. ഞാനെങ്ങോട്ട് പോവാ? അയ്യോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എവിടെ പോയി? ഓറഞ്ച് എടുത്തിട്ട് വരുമോ? എന്നും ഇത് തന്നെയാ കാഴ്ച. ചെരുപ്പെങ്കിലും മാറ്റാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് മോന കഫേയും കാറ്റ് വില്ലേജും കാണണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് മോന കഫേ ആണ്. അത് ആക്ച്വലി ഒരു കഫേ ആണ്, പ്ലസ് അവിടെ കുറേ വ്യൂ പോയിന്റ്സും പിന്നെ ഫോട്ടോ പോയിന്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 300 റുപ്പീസാണ് ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത്. ടിക്കറ്റിൽ തന്നെ നമുക്കൊരു ഡ്രിങ്കും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമുക്കൊന്നെങ്കിൽ ഹോട്ട് ടീ അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ നിന്ന് ഒരു ഡ്രിങ്കും കൂടി ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് മോന കഫേ. ഇത് കണ്ടോ, ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ബാലിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഇത് സംഭവമൊന്നുമില്ല, അപ്പുറത്ത് ജസ്റ്റ് എത്തുന്നതാ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പിയാനോയും സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പ്,
പിയാനോയും. പിന്നെ അതാണ് മോണ. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഹെവൻ. വിയറ്റ്നാമിൽ തന്നെ ഉള്ളൊരു ലൊക്കേഷനാണ്. അതിൻ്റെ ഒരു മിനി വേർഷൻ ഇവിടെ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹാൻഡിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മേലെ ചെന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ ഒരു സ്വിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഡ്രോൺ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ സാപ്പ വാലിയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അവരുടെ പാഡി ഫീൽഡ്സും റൈസ് ഫീൽഡും ഒക്കെ നമുക്കിങ്ങനെ, അതായത് സ്റ്റെപ്പ് ഫാമിംഗ് ആണ്, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ സ്വിങ് നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു പേടി തോന്നും, പക്ഷേ അതിൽ നമ്മൾ കയറിയിരുന്ന് ആടിക്കഴിയുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല വ്യൂ ആണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കാറ്റ് വില്ലേജിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ഉച്ച തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറങ്ങി കണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ലേറ്റ് ആവും, ഡിലേ ആവും. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷും ഇല്ലായിരുന്നു. അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ലിക്വിഡ് ക്യാഷ് കൊടുക്കണം. അപ്പോൾ ക്യാഷ് കയ്യിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട്, അവിടുത്തെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് വന്നു. വേറെ ഒരു പ്ലാൻ ഇട്ടു, ഞങ്ങൾക്ക് ഈവനിങ് നമുക്ക് മാർക്കറ്റ് പോകാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിലെ വ്യൂ അടിപൊളിയായിരുന്നു. അവിടുത്തെ എല്ലാ കഫേസിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും. ഇവിടുത്തെ കഫേസൊക്കെ എങ്ങനെയാണ്, ഫുള്ള് നല്ല അടിപൊളിയായിട്ട് എന്തൊക്കെയോ ഡിസൈനൊക്കെ ചെയ്തിട്ട് അവിടെയൊക്കെ എല്ലാം ഒരു ഫെയറി ലാൻഡ് പോലെ അവർ സെറ്റാക്കി വെച്ചേക്കാം. കഫേലിരുന്ന് കാണുമ്പോൾ നമ്മളുടെ വ്യൂ ഒക്കെ ലിമിറ്റഡ് ആണ്. ഈ ഡ്രോണിലൂടെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. ഈ മലകൾ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ, പക്ഷേ ഡ്രോൺ വീഡിയോയിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നതൊക്കെ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് നമുക്കൊരു വിഷ്വൽ കിട്ടിയായിരുന്നു. ഇത് ഫുള്ള് ലാൻഡേൺസ് ഒക്കെ മേലെ വെച്ചിട്ട് ഒരു സ്ട്രീറ്റ്. ഞങ്ങൾ വൈകിട്ട് ഇങ്ങോട്ട് ഹോട്ടലിലോട്ട് പോയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ഈ റൂട്ട് വഴി എടുത്ത്, അങ്ങനെ ഞങ്ങൾ ഈ സ്ട്രീറ്റ് കണ്ടു. അപ്പോൾ രാത്രി ആകുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നടന്ന് വന്നതാണ് കാണാനായിട്ട്. ഇത് ഏതോ ഹോട്ടലിൻ്റെ താഴ്വശമാണ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ എല്ലാ ബോർഡും മഞ്ഞ, എന്താന്നറിയില്ല, എല്ലാ ബോർഡും മഞ്ഞ. സ്റ്റാർഫിഷ് ഉണക്കിയത് കുറെ ഫുഡ് ഐറ്റംസും ഉണ്ട്. ഡ്രസ് മറ്റേ പിന്നെ സാപ്പയില് മെയിൻ ആയിട്ടുള്ളത് മറ്റേ കുറെ ഇങ്ങനത്തെ ഐറ്റംസ് അല്ലേ. എങ്ങനെ ബണ്ണീനെ വാങ്ങിത്തരുമെന്ന് ബലൂൺ എറിഞ്ഞു പൊട്ടിച്ച് എത്രണ്ണം കൊണ്ടു കഴിഞ്ഞാലാണ് ഇതാക്കുന്നതെന്ന് ചോദിക്കും. ചുമ്മാ ഞങ്ങൾക്ക് അവിടെ നിന്ന് കളിക്കാൻ പറ്റിയില്ല. ഓ പൂച്ചയുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാടുണ്ട് അല്ലേ, ഡ്രൈഡ് ഐറ്റംസ് ഒരുപാടുണ്ട്. ബീഫ്, പോർക്ക് തുടങ്ങിയ എല്ലാ സാധനവും അവർ ഡ്രൈ ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതേ ബാങ്മി കട. എന്താണ്, എത്രയോ? 50. 50 എന്ന് പറയുമ്പോഴേക്കും അതുകൊള്ളാലോ. എങ്ങനെയുണ്ട് അവിടെ? മാങ്ങ കഴിച്ചു നോക്ക്, ഡ്രൈഡ് അടിപൊളി. 80. എന്തൊക്കെയല്ല വന്നിരുന്നത്? എല്ലാം 10, 15, 30 മാക്സിമം 30 എന്നാ എടുത്ത് എടുത്തോണേ. അതെന്തോന്ന് ചോദിച്ചു നോക്കി. വാട്ട് ഈസ് ദിസ്? ഓ ഷ്രിംപ് ആണ്, എന്നിട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കും. ദിസ് വൺ
ഓ സാൽമൺ റോളാണ്, സാൽമൺ റോള്. അത് വേണ്ട, ചിലപ്പം പണിയിട്ടില്ലേ. സോസേജ് വാങ്ങിയത്. ആ ബീഫ് റോള് ആ മറ്റേ കണ്ടത് തന്നെയാണോ? ഇലയിൽ ചുറ്റിട്ട് അത് കണ്ടില്ല ഇവിടെ. ബീഫ് This is beef. Beef. Okay. ബാംബു റൈസ്. Bamboo rice. This one flavor? One. This. Được ra đi. Uống nước bia Sài Gòn rồi nhá. $100. Okay. 100. എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി. ഫുഡ് അങ്ങനെ ഭയങ്കര നല്ലതാണെന്നൊന്നും പറയാനില്ല, പക്ഷേ ആവറേജ് ആണ്. പിന്നെ റേറ്റും കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഹോട്ടലിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോ വരുന്നത് കാറ്റ് വില്ലേജിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.